ഊണിലും ഉറക്കത്തിലും ചിന്തിക്കുന്ന ആ വിഷയം, താങ്കളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം, അത് നേടിയെടുക്കുവാൻ മാത്രമാകുന്നു താങ്കൾ ജീവിക്കുന്നതെന്ന് പോലും തോന്നാറില്ലേ? ആ വിഷയം അതെന്താകുന്നു എന്ന് ഒന്ന് ചിന്തിക്കൂ. പണമുണ്ടാക്കുക, എത്രയും അധികം സമ്പത്തുണ്ടാക്കി സുഖമായി ജീവിക്കുക, വലിയ വീട്, അതിനകത്തെല്ലാ സുഖസൗകര്യങ്ങളും, നല്ല ഭക്ഷണം, എല്ലാ വിധത്തിലുമുള്ള ആഡംബരം, എത്രയും അധികം തോട്ടങ്ങൾ വാങ്ങുക, അതല്ലെങ്കിൽ പ്രശസ്തി, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുക, അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക, അനേകർ താങ്കളുടെ കീഴിൽ ജോലി ചെയ്യുക. എന്തൊന്ന് നേടുന്നതിലാണ് താങ്കൾ അഭിമാനം കൊള്ളുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നതാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളുമേറെ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാകണമെന്നത്ര പൗലോസും തന്നോട് കൂടെയുണ്ടായിരുന്നവരും ആഗ്രഹിച്ചത്. അതിലായിരുന്നു അവർ അഭിമാനം കൊണ്ടിരുന്നത്. നാം ആരായിത്തീരുന്നു എന്നതിലല്ല, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും അവനെ പ്രസാദിപ്പിക്കുവാനുള്ള വാഞ്ചയും അവന് പ്രസാദം വരുത്തുന്ന പ്രവർത്തനങ്ങളും അവരുടെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുകയും ജീവിതത്തെ നിയന്ത്രിക്കുകയും ഏത് കഷ്ടത്തിലൂടെയും പോകുവാൻ അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്ന്. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പല കാരണങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, ഒരു ദിവസം അവൻ്റെ മുൻപാകെ നിന്ന് എൻ്റെ ശുശ്രൂഷയുടെ ഒരു കണക്ക് അവന് നൽകുവാൻ പോവുകയാണ്. നിങ്ങളും അത് കൊടുത്തേ മതിയാകും. അവനെ പ്രസാദിപ്പിക്കും വണ്ണം ശുശ്രൂഷിക്കുവാൻ നമ്മെ ഉത്തേജിപ്പിക്കുന്നതായിരിക്കണം ഇത്. അതത്രേ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നല്ലോ. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ഭീമ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. കൊരിന്തിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് മുൻപുണ്ടായിരുന്ന ഭീമായുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാവുന്നതാണ്. ന്യായാധിപന്മാർ ഇവിടെ ഇരുന്ന് ജനങ്ങൾക്ക് അന്ന് ന്യായം വിധിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ന്യായാസനം ഇതിൽ നിന്ന് വിഭിന്നമാണ്. ശിക്ഷ നൽകുവാനുള്ളതല്ല, വിശ്വാസികൾ മാത്രമാണ് അതിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അവരുടെ പ്രയത്നത്തിൻ്റെ പ്രതിഫലം വാങ്ങുവാനാണ് അവർ അവിടെ നിൽക്കുന്നത്. നാം എല്ലാവരും എന്ന് പൗലോസ് പറയുന്നത് വിശ്വാസികളോടാണ്. നാം ശരീരത്തിൽ ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, വിലയിരുത്തൽ കർത്താവ് നടത്തും. അതിനുള്ള ന്യായാസനമാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ, ഓരോ മിനിറ്റിലെയും പ്രവർത്തനങ്ങൾ നാം വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. കാരണം അതൊക്കെയും വിലയിരുത്തുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. സാരമില്ല, ആരും കണ്ടില്ല, ആരും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നാം ഒഴിഞ്ഞു പോകാറുള്ള കാര്യങ്ങളുണ്ടല്ലോ, വളരെ ഗൗരവതരമാണ്. അതൊക്കെയും വിലയിരുത്തുകയും അതിനെയൊക്കെയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരുന്നു. പേടിപ്പിക്കുവാനല്ല, കൂടുതൽ ശ്രദ്ധിക്കുവാനാണ് ഈ ഭാഗം ഞാൻ അപ്രകാരം പറഞ്ഞത്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന്. അതിൻ്റെ പിന്നാലെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുവാനുള്ള തൻ്റെ ആഗ്രഹവും പൗലോസ് പ്രകടിപ്പിക്കുന്നു. കൂടുതൽ ജീവിച്ച് കർത്താവിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കാനും ഇഷ്ടം. അതാണ് അവൻ ആഗ്രഹിച്ചത്. ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ജീവിക്കുവാൻ സാധിക്കുന്നത്രയും ജീവിക്കുക, ദൈവത്തിനു വേണ്ടി ചെയ്യാവുന്നവയെല്ലാം ചെയ്യുക. ഇന്നലത്തേതിനേക്കാൾ വഷളാകുവാനല്ല, പിന്നെയോ മെച്ചപ്പെടുവാൻ. അങ്ങനെയെങ്കിൽ മാത്രമേ ജീവിതം വിജയകരമാകുകയുള്ളൂ. സുഹൃത്തെ, പെട്ടെന്നങ്ങ് പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചില്ല. അവൻ പറഞ്ഞത് ശരീരത്തിൽ ജീവിച്ച് കുറേ കൂടി പ്രവർത്തിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നത്രേ. തൻ്റെ ശരീരത്തിൽ ക്രിസ്തു മഹിമപ്പെടുവാൻ, അവനാൽ അംഗീകരിക്കപ്പെടുവാൻ, അങ്ങനെ അവനൊരു പ്രതിഫലം പ്രാപിക്കുവാനാണ് ആഗ്രഹിച്ചത്. ഞാനും ചിന്തിക്കുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. ഈ ശരീരത്തിലായിരുന്നു കൊണ്ട് എന്നാൽ ആവോളം കർത്താവിനായി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികൾക്കുള്ള ഒന്നാമത്തെ പ്രചോദനം ഇതത്രേ.
നാം എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുൻപാകെ വെളിപ്പെടുവാൻ പോകുന്നു. അവിടെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് കർത്താവിന് നൽകേണ്ടതുണ്ട്. നാം അവനൊരു റിപ്പോർട്ട് കൊടുക്കുവാൻ പോകുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഒരു നിമിഷവും നമുക്ക് പാഴാക്കുവാനില്ല. ഫലമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. പ്രതിഫലമില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മെ അന്ത്യത്തിൽ കണ്ടാൽ അതിനോളം നിരാശാജനകമായ അവസ്ഥ വേറെന്താണെന്ന് ചിന്തിക്കൂ. അതൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു നാൾ നിൽക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. സംക്ഷിപ്തമായ ഒരു റിപ്പോർട്ടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്ന വെള്ള സിംഹാസനമല്ല ഇത്. അതിന് മുൻപിൽ വരുന്നത് അവിശ്വാസികൾ മാത്രമാണ്. കഴിവുള്ളിടത്തോളം കർത്താവിൻ്റെ വേലയിൽ ഉറ്റിരിപ്പീൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന ശബ്ദം കേട്ടുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെങ്കിൽ അതിനോളം മനോഹരം എന്താണല്ലേ? അവനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള നമ്മുടെ രണ്ടാമത്തെ പ്രചോദനം കർത്താവിനെ ഭയപ്പെടണമെന്നുള്ളതിനാൽ ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്നുള്ളതാണ്. 11-ാം വാക്യം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവഭയത്തെക്കുറിച്ച് തിരുവചനത്തിൽ വളരെയേറെ സംസാരിച്ചിട്ടുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് സദൃശവാക്യം 9:10 നാം വായിക്കും. ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഉൽപ്പതിഷ്ണുക്കളുടെ, ലിബറൽസ് ആയ ആളുകളുടെ ഒരു പഠിപ്പീര്. അവർ ദൈവത്തെ മധുരം കനിയുന്ന, ആർക്കും വളയ്ക്കാവുന്ന ഒരു വൃദ്ധനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ദൈവത്തിൻ്റെ സാർവലൗകിക പിതൃത്വവും മനുഷ്യൻ്റെ സാർവലൗകിക സാഹോദര്യവും ലിബറലിസം പഠിപ്പിക്കുന്നത് നമുക്കറിയാം. ഇത്രമാത്രം വഴിതെറ്റിയ മറ്റൊരു പഠിപ്പീരില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. സകലരും ഒടുവിൽ രക്ഷിക്കപ്പെടും എന്നത്രേ ഈ ചിന്താഗതി പറയുന്നത്. ഇത് വെറുതെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. ദൈവവചനം പറയുന്നത് എന്താണെന്ന് താങ്കൾക്കറിയില്ലേ? ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരം എന്നത്രേ. എബ്രായലേഖനം 10-ാം അധ്യായത്തിന് 31-ാം വാക്യം. മനുഷ്യരെ സോപ്പിട്ട് വിടുവാൻ ശ്രമിക്കരുത്. വെള്ളം ചേർത്ത ഒരു സുവിശേഷം പ്രസംഗിക്കരുത്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്, സ്നേഹവാനാണ്, നീതിമാനാണ്. ഈ വിശുദ്ധനായ ദൈവമാണ് താങ്കളെ സ്നേഹിക്കുന്നത്. ഈ വിശുദ്ധനായ ദൈവമാണ് താങ്കളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം വെച്ചിരിക്കുന്ന വഴിയിലൂടെ താങ്കൾ അവങ്കലേക്ക് വരാത്ത പക്ഷം താങ്കൾ ന്യായവിധിയിലൂടെ അവങ്കൽ വന്നേ മതിയാകൂ. കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് നരകത്തെക്കുറിച്ച് ഒരൊറ്റ പ്രസംഗം പോലും പ്രസംഗിക്കാത്ത പ്രസംഗപീഠങ്ങൾ ഇന്നുണ്ട്. ശിക്ഷാവിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വളരെ കുറച്ച് പ്രസംഗങ്ങളെ കേൾക്കാറുള്ളൂ. അതും വളരെ വെള്ളം ചേർത്ത് ചാലിച്ചത്. ഫലമോ ഇന്ന് ഒട്ടുമുക്കാലും സഭകളിൽ ദൈവ ന്യായവിധി ആരും ഗൗനിക്കാത്തൊരു വിഷയമായി മാറി. നഷ്ടപ്പെട്ടവരെ തിരഞ്ഞു കണ്ടെത്തുവാനാണ് താൻ വന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞു. അതേ സുഹൃത്തെ, ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് ഭയാനകമാണ്. ദൈവ ന്യായവിധിയെ നാം ഭയപ്പെടേണ്ടതുണ്ട്. നാം അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. ഇത് നാം അംഗീകരിക്കണം. 12-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്ന 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, താങ്കൾ ദൈവത്തിൻ്റെ ആലോചന മുഴുവനായും അറിയിക്കുകയാകുന്നുവെങ്കിൽ അത് വളരെ സ്നേഹത്തോടെ ചെയ്യാവുന്നതത്രേ. ആ കാര്യം പറയുന്നതിന് ഇടിവെട്ടിക്കുകയൊന്നും വേണ്ട. എന്നാൽ മനുഷ്യർ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതവരെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരറിയുന്നവരായി തീരുവാൻ ശ്രമിക്കുകയല്ല എന്നാണ് അർത്ഥം. ഇന്ന് വളരെയേറെ കേൾക്കുന്ന വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. തങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനുള്ള കപടവേഷം. എങ്ങനെയാണ് എല്ലാ സാഹചര്യങ്ങളിലും മാന്യമായി പെരുമാറുവാൻ സാധിക്കുന്നത്, സാഹചര്യങ്ങളോട് അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്നത് എന്നൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ വിവരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ തുറന്നു പറയട്ടെ, താങ്കൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു വ്യക്തിയാകുന്നു എങ്കിൽ താങ്കൾക്ക് ആവശ്യം മനഃശാസ്ത്രപരമായ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. താങ്കൾ നാശത്തിലേക്ക് പോകുന്ന ഒരു ഭാവിയാണ്. താങ്കൾക്ക് ആവശ്യം ക്രിസ്തുവിനെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ. ഞാനിങ്ങനെ പറഞ്ഞാൽ അത് എൻ്റെ പ്രസിദ്ധിയെ ബാധിക്കുന്നതാണ്. എന്നാൽ
എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതത്രേ ദൈവവചനം. പലർക്കും ദൈവശബ്ദമല്ല കേൾക്കേണ്ടത്, തങ്ങൾക്ക് സന്തോഷം തരുന്ന വാക്കുകൾ. അതുമാത്രം മതി. അതിനാണ് കൺവെൻഷന് പോകുന്നത്, കൂട്ടായ്മയ്ക്ക് പോകുന്നത്, പ്രാർത്ഥനക്കാരെ വീട്ടിൽ കൊണ്ടുവരുത്തി പ്രാർത്ഥിക്കുന്നത്, ഇല്ലേ? താൽക്കാലിക സന്തോഷം ലഭിച്ചാൽ ദൈവവചനത്തിന് മാത്രമേ താങ്കളെ നിത്യസന്തോഷത്തിലേക്ക് നയിക്കുവാൻ സാധിക്കൂ എന്ന കാര്യം താങ്കൾ മറന്നു പോകരുത്. ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുൻപിൽ വലിയവരാക്കുവാനുള്ള ശ്രമമല്ല. നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ ദൈവവചനം ഉള്ളതുപോലെ പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ദൈവവചനം എത്രയധികം എല്ലാവരോടും അറിയിക്കുക എന്നതിൻ്റെ പിൻപിലെ ഞങ്ങളുടെ പ്രചോദനം ദൈവന്യായവിധി വരുന്നു എന്നുള്ളതാണ്. അത് മാത്രമേ ഉറങ്ങിക്കിടക്കുന്ന സഭകളെ ഉണർത്തൂ. അത് മാത്രമേ ആളുകളെ തട്ടി ഉണർത്തൂ.